ഓം വിധാത്രേ നമഃ. ഓം ശൂരായ നമഃ. ഓം സുഭഗായ നമഃ. ഇന്ന് ഞാൻ നിൽക്കുന്നത് വൈക്കത്തമ്പലത്തിലാണ്. വൈക്കത്തമ്പലത്തില് നമ്മുടെ കോടിയാർച്ചനയും വടക്കുപുറത്തുപാട്ടും തുടങ്ങി കോടിയാർച്ചനയുടെ ഭാഗങ്ങളാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് വൈക്കത്തെ അമ്പലം. വൈക്കത്തമ്പലത്തിന്റെ വടക്കു ഭാഗമാണിത്. അതുപോലെ തന്നെ വൈക്കത്തമ്പലത്തിലെ കോടിയാർച്ചന തുടങ്ങിയതിന്റെ ഭാഗങ്ങളാണ്. ഓം ജഗദീശായ നമഃ. ജഗദീശായ നമഃ. ഓം ജഗന്നാഥ സ്വരൂപായ നമഃ. ജഗന്നാഥ സ്വരൂപായ നമഃ. ഓം ലീലാവിഗ്രഹധാരിണേ നമഃ. ലീലാവിഗ്രഹധാരിണേ നമഃ. ഓം അനഘായ നമഃ. അനഘായ നമഃ. ഓം അമരായ നമഃ. അമരായ നമഃ. ഓം അമൃതായ നമഃ. അമൃതായ നമഃ. ഓം അച്ഛാത്രായ നമഃ. അച്ഛാത്രായ നമഃ. ഓം ലോകാധ്യക്ഷായ നമഃ. ലോകാധ്യക്ഷായ നമഃ. ഓം അനാദിനിധനായ നമഃ. അനാദിനിധനായ നമഃ. ഓം യുക്തേതരായ നമഃ. അമ്പലത്തിലാണ് ഇനി മാർച്ച് ഏപ്രിൽ 13-ാം തീയതി വരെയാണ് ഈ പരിപാടി നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് ഓരോ നക്ഷത്രത്തിൻ്റെയും കോടിയാർച്ചനയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് വടക്കുപുറത്തുപാട്ട് തുടങ്ങും പരിപാടികളാണ്. ഇതാണ് അമ്പലത്തിന്റെ കിഴക്കേ നട. ഓം നാഗഹസ്തായ നമഃ. നാഗഹസ്തായ നമഃ. ഓം ഭസ്മരായ നമഃ. ഭസ്മരായ നമഃ. ഓം അജാതശത്രുവേ നമഃ. ഓം അണിമാദി ഗുണേശായ നമഃ. അണിമാദി ഗുണേശായ നമഃ. ഓം പഞ്ചബ്രഹ്മമയായ നമഃ. പഞ്ചബ്രഹ്മമയായ നമഃ. ഓം പുരാതനായ നമഃ. പുരാതനായ നമഃ. ഓം ശുദ്ധായ നമഃ. ശുദ്ധായ നമഃ. ഓം ബലപ്രമഥനായ നമഃ. ഓം പുണ്യോദയായ നമഃ. ഏപ്രിൽ 13-ാം തീയതി വരെയാണ് നമുക്ക് പരിപാടികൾ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ അലങ്കാരങ്ങളും ഭംഗികളും ഒക്കെയാണ് ഈ കാണുന്നത്. അമ്പലത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു പരിപാടിയാണ് കോടിയാർച്ചനയും വടക്കുപുറത്തുപാട്ടും. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളും വരണമെന്ന് മാത്രമാണ് എനിക്ക് വയ്യവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്മയെ കൊണ്ടുവരുന്ന ഒരു വളരെ അത്ഭുതപൂർവമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതാണ് നന്ദികേശൻ. നന്ദികേശനാണിത്. നന്ദികേശന്റെ ചെവിയിൽ എന്ത് തന്നെ പറഞ്ഞാലും അത് നടക്കുമെന്നാണ് ഐതിഹ്യം. നന്ദികേശനാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നന്ദികേശൻ. അപ്പൊ അതുകൂടാതെ ഓരോ ഭാഗത്തും ആളുകളെ ക്യാൻവാസ് ചെയ്യുന്നതിനായിട്ട് ഉണ്ട്. ഇത് വടക്ക് ഭാഗമാണ് വൈക്കത്തമ്പലത്തിന്റെ. തെക്ക് ഭാഗത്തുള്ള പനച്ചി അമ്പലമാണ്. പനച്ചിക്കാവിലമ്മ ഇരിക്കുന്ന ഭാഗമാണ് നിങ്ങളെ കാണിക്കുന്നത്. ഇതാണ് പനച്ചിക്കാവ് ഭഗവതി. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത് കുങ്കുമമാണ്. എല്ലാവരും കുങ്കുമം മേടിച്ച് ഭഗവതിക്ക് സമർപ്പിക്കും. ആ കുങ്കുമം എടുത്ത് നെറ്റിയിൽ തൊടരുതെന്നാണ് പറയുന്നത്. എങ്കിലും ആളുകളെല്ലാം നെറ്റിയിൽ തൊടാറുണ്ട്. ഇതാണ് പനച്ചിക്ക് ഭഗവതി. പനച്ചിക്കൽ ഭഗവതിയാണിത്. അപ്പോൾ ഇതെല്ലാമാണ് വടക്കുപുറത്തുപാട്ടിൻ്റെ കാഴ്ചകൾ. ഇനി നമുക്ക് വടക്കുപുറത്തുപാട്ട് ഏതാനും ദിവസങ്ങൾക്കകം തുടങ്ങുന്നതാണ്. ഇപ്പോൾ കോടിയാർച്ചനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നാളിലും 27 നാളിലും കോടിയാർച്ചനകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെല്ലാമാണ്. ഓക്കെ ഗൈസ്, ബൈ. അപ്പം എല്ലാവരും വരണം, അമ്പലത്തിൽ വരണം, തൊഴണം, വഴിപാടുകൾ കഴിക്കണം. ഓക്കെ, ബൈ.